ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞങ്ങൾ കണ്ടു റബ്ബേ. അല്ലാഹുവേ റബ്ബേ 5 ചുറുചുറുക്കുള്ള മക്കൾ റബ്ബേ ലോകത്ത് നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് വാപ്പയെ വിട്ട് ഉമ്മയെ വിട്ടിട്ട് സഹോദരങ്ങളെ വിട്ട് സഹോദരിമാരെ വിട്ട് കൂട്ടുകാരെ വിട്ട് അല്ലാഹുവേ കൂടെ പുറപ്പുകൾ ഒഴിഞ്ഞു മാറിയിട്ട് നിന്റെ വിധി ഉത്തരം നൽകി കടന്നു വന്നു റബ്ബേ. 5 ചുറുചുറുക്കുള്ള മക്കളെ റബ്ബേ നിന്റെ മുമ്പിലേക്ക് വന്നു അല്ലാഹ്. പടച്ചവനെ നീ അവരെ കാക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്ക റബ്ബേ, സ്വർഗ്ഗം കൊടുക്ക റബ്ബേ. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ അല്ലാഹുവേ വിദ്യാർത്ഥികളാണ് രാത്രി സമയത്ത് വാഹനം എടുത്തിട്ട് പുറത്തിറങ്ങിയതാണല്ലോ. അല്ലാഹുവേ എതിരെ വന്ന വാഹനത്തിലേക്ക് കൂട്ടിയിടിച്ചു അമിത വേഗതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിക്കുന്നവരുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പടച്ചവനെ ജോലി ചെയ്യുന്നവരുണ്ട്. ആരെയും നീ അപകടത്തിൽ പെടുത്തല്ല റഹ്മാനേ. അല്ലാഹുവേ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് മാതാപിതാക്കളിൽ നിന്ന് കടന്നു വന്നവരാണ്, കൂട്ടുകാരിൽ നിന്ന് കടന്നു വന്നവരാണ്. അവസാനം ഈ പരിശുദ്ധമായ ഈ ദിനത്തില് അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി റഹ്മാനേ. കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, ചെറിയ മഴയുണ്ടായിരുന്നു, പക്ഷേ വാഹനത്തിന്റെ അവസ്ഥയും വല്ലാത്ത മോശമാണെന്ന് കേൾക്കാൻ കഴിഞ്ഞു. പടച്ച റബ്ബേ ഓരോ മനസ്സുകളാണ് അതിന്റെ ഉള്ളിലുള്ളത്. അല്ലാഹുവേ ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു പൊന്നുമോനുണ്ട് മുഹമ്മദ് ഇബ്രാഹിം. ആ മാതാപിതാക്കളെ പടച്ച റബ്ബേ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഈ 5 മക്കളെയും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് മാതാപിതാക്കളെ പറഞ്ഞു വിട്ടതാണല്ലോ. പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാവിയിൽ ഞങ്ങളെ നോക്കാൻ, ഞങ്ങളെ കുടുംബത്തിനൊരു സന്തോഷമായിട്ട്, ഞങ്ങളെ കുടുംബത്തിനൊരു സമാധാനമായിട്ട് അല്ലാഹുവേ വളർന്നു വലുതാകാൻ വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ട് ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പടച്ച റബ്ബേ പറഞ്ഞു വിട്ട മക്കളെ അല്ലാഹുവേ നിന്റെ വിധിക്ക് ഉത്തരം നൽകിയിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞല്ല അല്ലാഹുവേ പടച്ചവനെ ആ മയ്യത്തിന്റെ ചാരത്തൊക്കെ നിന്നിട്ട് അവരുടെ മാതാപിതാക്കൾ പൊട്ടിക്കരയുന്നത് കാണുമ്പോ അല്ലാഹുവേ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല റബ്ബേ. അല്ലാഹുവേ കൂട്ടുകാര് കരയുന്നത് കാണുമ്പോ, പിറപ്പുകൾ കരയുന്നത് കാണുമ്പോ അല്ലാഹുവേ ഇങ്ങനെയാണ് റബ്ബേ സഹിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ കണ്ടിട്ട് പഠിച്ചവനെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല റഹ്മാനേ. ആ മാതാപിതാക്കൾ കുടുംബങ്ങൾ എങ്ങനെയാണ് റബ്ബേ അത് താങ്ങുന്നത്. പഠിച്ചവനെ കൈ വളരുന്നോ കാല് വളരുന്നോ റബ്ബേ നോക്കിക്കൊണ്ട് താലോലിച്ച് വളർത്തിയ പിഞ്ചു മക്കളല്ലേ അവസാനം അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് പഠനപ്രായമായപ്പോൾ പഠിക്കാൻ വിട്ടു. ഇനി അവര് ജോലിയിലേക്ക് കയറി നല്ലൊരു വിദ്യാഭ്യാസത്തോട് കൂടെ കുടുംബത്തിലേക്ക് നല്ല മക്കളായി കടന്നു വരുമ്പോ പഠിച്ചവനെ എന്തൊരു സന്തോഷമാണ് അല്ലാഹ്. അതിങ്ങനെ കാത്തിരുന്ന മാതാപിതാക്കളല്ലേ റബ്ബേ അവര്. പഠിച്ചവനെ അവരിലേക്ക് കടന്നു വന്നത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലാഹ്. പഠിച്ച റബ്ബേ ആ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ക്രിസ്മസിന്റെ ലീവിന് നാട്ടിലേക്ക് പോകാനിരുന്നതാണ്. തന്റെ ഉമ്മാന്റെ അടുത്തേക്ക്, തന്റെ ഉപ്പാന്റെ അടുത്തേക്ക്, തന്റെ മക്കളുടെ പിറപ്പുകളുടെ അടുത്തേക്ക്, തന്റെ നാട്ടിലേക്ക് പോണം, എന്നിട്ട് അവരോട് കൂടെ സന്തോഷിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് കാത്തിരുന്ന മക്കളാണ് റബ്ബേ. അല്ലാഹുവേ നിമിഷ നേരം മതിയല്ലോ നമ്മുടെ ആയുസ്സ് പിടിക്കാൻ. ഇതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് കടന്നു വരുന്നത് പറയാൻ കഴിയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമല്ലോ.
എന്നാൽ ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് കടന്നു വരുന്നത്? അത് വാഹനത്തിലാണോ, അത് വാഹനമായിട്ടാണോ, അല്ലെങ്കിൽ മരം മറിഞ്ഞിട്ടാണോ, വെള്ളക്കെട്ടിലാണോ, വെന്തിട്ടാണോ, പടച്ചുറപ്പേ അല്ലാഹുവേ മണ്ണിടിച്ചിലാണോ, പ്രളയങ്ങൾ വന്നിട്ടാണോ, രോഗങ്ങൾ വന്നിട്ടാണോ, പനി ബാധിച്ചിട്ടാണോ, അറ്റാക്ക് പിടിച്ചിട്ടാണോ, എങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് രോഗങ്ങൾ കടന്നു വരുന്നതെന്ന്, മരണം കടന്നു വരുന്നതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. പഠിച്ചവനെ ആ പിഞ്ചുമക്കൾ അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് ഞങ്ങളുടെ അവസാന യാത്രയാണ്. അവരൊരുമിച്ച് പഠിച്ചവനെ പഠിക്കാൻ വേണ്ടി വന്നു. എല്ലാവരും 19 വയസ്സുകാർ പഠിച്ചറപ്പെ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി വന്നു. ഒരുമിച്ചതാ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തു. പഠിച്ചവനെ ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ട്. റബ്ബേ അല്ലാഹുവേ പഠിച്ചവനെ ആ മക്കൾക്ക് നീ അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ശമനം കൊടുക്കണേ റബ്ബേ. ആ മക്കളെങ്കിലും നീ കഴിച്ചിലാക്കണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്ക റബ്ബേ. വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹുവേ. ആ കുടുംബങ്ങൾ എങ്ങനെയാണ് അല്ലാഹ് ഇത് സഹിക്കുന്നത്? അവരെങ്ങനെയാണ് റബ്ബേ ഇത് സഹിക്കുന്നത്? നല്ല മനസ്സ് കൊടുക്കുക അല്ലാഹ്, സമാധാനം കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ ഒരാളെയും നീ പഠിച്ചവനെ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചൊല്ലിയത് എല്ലാം നീ സ്വീകരിക്കുക അല്ലാഹ്. ഞങ്ങളുടെ ഇൽമുകളൊക്കെ നീ നാഫിയായ ഇൽമുകളിൽ പെടുത്തി തരണേ അല്ലാഹ്.